സ്ക്വയർ ഈസ് നോട്ട് ഫാക്ടറൈസബിൾ ഇൻ ടു ലീനിയർ പെയർസ്. എന്തിൻ്റെ ബി സ്ക്വയർ അപ്പം 4 മൈനസ് 4 ഇൻറ്റു 3 ഇൻറ്റു 1 ഓക്കെ ഇത് ലെസ് ദാൻ 0 റൈറ്റ്. അപ്പോൾ ഇത് ഫാക്ടറൈസബിൾ ആണ് ബിക്കോസ് ഡിസ്ക്രിമിനേറ്റ് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ ഇത് ട്രൂ ആണ്. ഓക്കെ ഇനി 3x സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഡിസ്ക്രിമിനേറ്റ് എടുത്ത് അപ്പം വീണ്ടും ഞാൻ ഇപ്പോൾ കണ്ടെത്തിയുള്ളൂ എത്രയുള്ളത്, അത് ലെസ് ദാൻ 0 ആണ്. ശരി, ഡിസ്ക്രിമിനേറ്റ് ലെസ് ദാൻ 0. അപ്പോൾ ഇത് എ പോസിറ്റീവ് ആണെങ്കിൽ ഓൾവേസ് 0 കറക്റ്റ് ആണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. ശരി, അടുത്തതാണെങ്കിൽ ഈസ് ഫാക്ടറൈസബിൾ ടു ലീനിയർ പെയർസ്. അപ്പോൾ ആദ്യം ഡിസ്ക്രിമിനേറ്റ് എടുത്താൽ അപ്പം ബി സ്ക്വയർ ദാറ്റ് ഈസ് 1 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 1 ഓക്കെ അപ്പം പ്ലസ് 1. അപ്പോൾ ശരി, ഇത് ഫാക്ടറൈസബിൾ ആണ്. ഓക്കെ സുഖമായിട്ട് ഫാക്ടറൈസ് മതി ബിക്കോസ് എന്നാൽ ഡിസ്ക്രിമിനേറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ശരി, അടുത്താണെങ്കിലോ ഇത് എപ്പോഴും പോസിറ്റീവ് ആണ് പറയുന്നത്. ഇതെങ്ങനെ നോക്കാൻ, ഡിസ്ക്രിമിനേറ്റ് എടുത്താൽ ഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ദാറ്റ് ഈസ് 9 മൈനസ് 4 ഇൻറ്റു ഇവിടെ മൈനസ് 2 ഉള്ളതുകൊണ്ട് അവിടെ പ്ലസ് ആയി 2 ഇൻറ്റു വീണ്ടും മൈനസ് ഉള്ളതുകൊണ്ട് വീണ്ടും മൈനസ് ആയി. ഓക്കെ സോറി ചെയ്യേണ്ടതിനല്ലേ. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണല്ലോ, ആണ് ഇതെപ്പോഴും നെഗറ്റീവ് ആണ് റൈറ്റ്. അപ്പം ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഒന്നാമത് ഫാക്ടറൈസ് ചെയ്യാൻ കഴിയില്ല, പോരായിട്ട് നെഗറ്റീവ് ആണെങ്കിൽ അപ്പം ഓൾവേസ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഇത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 കാണിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഫോൾസ് ആണ്. തിരിഞ്ഞിട്ടായിരുന്നു വേണ്ടത്, പക്ഷേ ഇങ്ങനെ കാണിച്ചു, അതുകൊണ്ട് തെറ്റി. ഇതിന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, ഇതാണെന്ന് പോലും. എന്നാൽ ഡിസ്ക്രിമിനേറ്റ് അടുത്ത ആദ്യം ഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സ്ക്വയർ ദാറ്റ് ഈസ് 1 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 1 ദാറ്റ് ഈസ് 1 ദാറ്റ് ഈസ് 5 ആണ് ഡിസ്ക്രിമിനൻറ്റ്. ശരിയാണ്. അപ്പോൾ എങ്ങനെയാണ് മൈനസ് ബി 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് നമ്മൾ ഡിസ്ക്രിമിനൻറ്റ് ബൈ 2. അപ്പോൾ എന്താ ഒന്ന് എക്സ് മൈനസ് എക്സ് മൈനസ് -1 പ്ലസ് റൂട്ട് 5/2 ഉണ്ട്. എൻ മൈനസ് ഇവിടെ മൈനസ് വരും, ഇവിടെ ഇത്രയേ ഉള്ളൂ, പ്ലസ് ഓർ മൈനസ് ഇത്രയേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയുള്ള കറക്റ്റാണ്. ഇത് ലെസ് ദാൻ 0 ആണല്ലോ, അത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഡിസ്ക്രിമിനൻറ്റ് എടുത്താം. അപ്പം ബി സ്ക്വയർ എത്ര കിട്ടും 24 മൈനസ് 6 ഇൻറ്റു 3 18. ഓക്കെ ഇത് പോസിറ്റീവ്, ഡിസ്ക്രിമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോറി ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ 0 ആണ്, തെറ്റിപ്പോയി അടിച്ചത് -1. ഓക്കെ ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ 0 ആണ്. അപ്പം ഇത് നെഗറ്റീവ് ആണ്. അപ്പം ഇത് ഓൾവേസ് ലെസ് ദാൻ 0 ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇനി അടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 9 ഈസ് ഫാക്ടറൈസബിൾ ടു ലീനിയർ ഫാക്ടറൈസ് നോക്കി ഓക്കെ അല്ലാണ്ട് എന്ത് എക്സ് സ്ക്വയർ പ്ലസ് 7 ഓൾവേസ് ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 7 ആണല്ലോ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണല്ലോ. അപ്പോൾ പ്ലസ് 7 കൂടി ഉണ്ടെങ്കിൽ 7 മുതലായിരിക്കും. അപ്പം ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0, അപ്പോൾ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഇതെന്ത് ചെയ്യാം, ഒന്നാമത് ഇത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള സാധനമാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എന്ത് ചെയ്യും, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും, ഒരു എക്സ് സ്ക്വയർ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും x⁴ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് കട്ടായിപ്പോൾ അപ്പോൾ നമുക്ക് 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 എന്ന സാധനം കിട്ടും. ഇനി എന്ത് സാധനം ഡിവൈഡ് ബൈ 1 ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഈ സാധനം ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണമല്ലോ. അങ്ങനെ ആകുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ആണ്. അപ്പം x മൈനസ് 3 x മൈനസ് 2 ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ആവണം റൈറ്റ്. കറക്റ്റാണ്. അപ്പം 1 3 പ്ലസ് മൈനസ് പ്ലസ്. ശരി, ഇനി ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ചോദിച്ചുകൊണ്ട് -∞ മുതൽ 2 വരെ പോകുന്നുണ്ട്. പിന്നെ അത് 2 വരാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 സുഖമായിട്ട് വരാം, കാരണം 2 മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഇത് 2 വരാം, 2 കാരണം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 പറയുന്നുണ്ട്. സോറി 2 വരാൻ പാടില്ല കേട്ടോ. 2 എന്തുകൊണ്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കാരണം വെച്ചാൽ 2 ഡിനോമിനേറ്ററിലുള്ളത്, അപ്പോൾ 2 വരാൻ പാടില്ല. യൂണിയൻ ഡിനോമിനേറ്ററിൽ 0 ഇറ്റ്സ് കംപ്ലീറ്റ്, കാരണം 2 കൊടുത്ത് കഴിഞ്ഞാൽ 0 ആയി, അപ്പോൾ പോയി നോട്ട് ഡിഫൈൻഡ് ആവും. പിന്നെ എവിടെ കാണുന്നത് 3 മുതൽ ഇൻഫിനിറ്റി, 3 വരാൻ പാടില്ല, ഇൻഫിനിറ്റി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞ 2 3, അപ്പോൾ ഇത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത നോക്കാം. അടുത്തത് ഇത് തന്നെ ഡിസ്ക്രിമിനൻറ്റ് നോക്കാം. അപ്പം ബി സ്ക്വയർ ദാറ്റ് ഈസ് 1 മൈനസ് 4 ഇൻറ്റു 1. ഓക്കെ ഇത് ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ 0 ആണ്. ശരി, ഇതാണെങ്കിൽ പോസിറ്റീവ് ആണ്. അപ്പം ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇതിങ്ങനെ താഴോട്ടേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിക്വാളിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവില്ല, കാരണം ഇത് കംപ്ലീറ്റ് പോസിറ്റീവ് സാധനമാണ്. ശരി, ഇനി എന്താ, ഇനി ഡിവൈഡഡ് ബൈ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഫാക്ടറൈസ് എന്ന് വെച്ചാൽ ബി സ്ക്വയർ ദാറ്റ് ഈസ് 49 മൈനസ് 4 ഇൻറ്റു 15. ഓക്കെ ഇതും ഡെഫിനറ്റ്ലി ലെസ് ദാൻ 0 ആണ്. ഇതാണെങ്കിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇതും ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഏത് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ എക്സ് ബിലോങ്സ് ടു R എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞതല്ല ഇനി ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്, ഞാൻ വെറുതെ സമയം എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഇനി റിമൈൻഡർ വേണം. ഈ പറഞ്ഞ സാധനം ഞാൻ എന്തോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ 3 ഡിസ്വിലിറ്റി നോക്കാം. അപ്പം 1 + 5 6 6 6 12 12 7 എത്രയായിരുന്നു 6 12 12 7 19 19ഉം 4ഉം 23 23 26. ഓക്കെ അപ്പോൾ ഈ 26 ഇനി ഡിവിസിബിലിറ്റി ടെസ്റ്റ് എങ്ങനെ 26 3 കൊണ്ട് ഡിവൈഡ് ആവുന്നുണ്ട് നോക്കും. അപ്പോൾ 26 ഡെഫിനറ്റ്ലി 3 കൊണ്ട് ഡിവൈഡ് ആവില്ല. എത്രയാണ് പോകാനത്
8 കൊണ്ട് പോകും 24 2 റിമൈൻഡർ തന്നെയാണ് ഇവിടെയും വരാൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ സമയത്ത് ഡിവൈഡ് ചെയ്യുമല്ലോ, അപ്പം വരുന്ന റിമൈൻഡർ തന്നെ ആയിരിക്കും ആ പറഞ്ഞ വലിയ നമ്പറായിട്ട് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് നമ്പറാണോ പറഞ്ഞിട്ടുള്ളത് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് നോക്കൂ, ഇത് പ്രൈമാണെന്നാണ് പറയുന്നത്, നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് എ. അപ്പോൾ ഞാൻ ഇതായിരിക്കും a⁴ എത്രയാണ് പ്ലസ് a² + 1. നമ്മൾ ഇതിൻ്റെ ഫാക്ടറൈസേഷൻ പഠിച്ചതാണ്. എന്താണ് k⁴ + k² എന്ന് പറഞ്ഞാൽ a⁴ പ്ലസ് a⁴ അല്ല a² പ്ലസ് a + 1 ഒരു ഫാക്ടർ a² മൈനസ് a + 1 ഒരു ഫാക്ടർ. അതാണ് നമ്മുടെ ഈ പറഞ്ഞ ടേമിനെ ഞാൻ മാറ്റി എഴുതിയത്. അതാണ് നമ്മുടെ പ്രൈം നമ്പർ എന്ന് പറയാണ്. ശരി, അപ്പം ഈ ചങ്ങായി പ്രൈമാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൈമിനെ 2 സാധനങ്ങളായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഐദർ ഈ ചങ്ങായി 1, ഇയാൾ പ്രൈം നമ്പർ ആയിരിക്കും, റൈറ്റ്? അല്ലെങ്കിലോ ഈ ചങ്ങായി പ്രൈം, ഇയാൾ 1 ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ ചങ്ങായിക്ക് -1 ആവാം, ഇയാൾക്ക് മൈനസ് പ്രൈം ആവാം, ഇയാളോ മൈനസ് പ്രൈം ആവാം, ഇയാളും -1 ആവാം. അപ്പോൾ എല്ലാ പോസിബിലിറ്റീസ് നോക്കാം. ഓക്കെ, പ്രൈം വരുന്ന പോസിബിലിറ്റി. അപ്പോൾ നമ്മൾ ഇയാൾ a² + 1 a² പ്ലസ് a + 1 = 1. ഇത് കട്ടായി a കോമൺ എടുക്കുക. അപ്പം a + 1 = 0. അപ്പോൾ ഏതാണ് a = 0 ഒരു സാധ്യതയുണ്ട്, a = -1 ഒരു സാധ്യതയുണ്ട്. ഇത് എടുത്ത് വെക്കുക. ഞാൻ അടുത്ത ഈ ചങ്ങായി 1 ആവുന്നുണ്ട്. ഏത് a² - a + 1 = 1. a² - a = 0. a കോമൺ എടുക്കുക. a - 1 = 0. ഐദർ a = 0 അല്ലെങ്കിൽ a = 1. ഇപ്പോൾ 2 കിട്ടി. ഇനിയോ a² + a + 1 = -1. ശരി, a² + a = അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിങ്ങോട്ടേ വരും. അപ്പം +2 ആവും = 0. ഇങ്ങനെ ഇത് നോക്കി കിട്ടിയ ഡിസ്ക്രിമിനേറ്റ് എന്ന് പറഞ്ഞാൽ b² ദാറ്റ് ഈസ് 1 മൈനസ് 4 ടൈം b² - 4 × 2. ഓക്കെ, അപ്പോൾ 8 d < 0 ആണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻ ഇല്ല, എക്ക് ഒരു പ്രത്യേകിച്ച് സൊല്യൂഷൻ ഇല്ല. അത് തന്നെയാണ് ഇവിടെയും. ഞാൻ a² - a + 1 -1 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് a കണ്ടെത്തുമ്പോൾ അവിടെയും ഡിസ്ക്രിമിനേറ്റ് < 0. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ആകെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് a0, a - 1, a0, a1. ഓക്കെ, അപ്പോൾ ഞാൻ ശരി a0 എനിക്ക് ഡൗട്ട് അടിച്ചു. ഞാൻ a0 ഇട്ട് കൊടുത്ത്. അപ്പം 0 + 0 1 ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ? ഒരിക്കലല്ല 1 പ്രൈം നമ്പർ അല്ല. 1 ഈസ് നെയ്തർ പ്രൈം നെയ്തർ കോമ്പോസിറ്റ് ആണ്. അതുകൊണ്ട് 0 എന്നുള്ള സൊല്യൂഷൻ അത് പറ്റത്തില്ല. ഇനി 1 കൊടുത്ത് നേരിച്ചോ, 1 കൊടുത്തു കഴിഞ്ഞാൽ 1 + 1 + 1 3. ഓക്കെ, പ്രൈം ആണ്. ഇനി -1 കൊടുത്തു കഴിഞ്ഞാലോ 1 + 1 + 1 again 3. ഇറ്റ്സ് ഓൾസോ പ്രൈം. -1 കൊടുത്തപ്പോൾ സ്ക്വയർ ആയപ്പോൾ 1 ആയതാ കേട്ടോ, എടുത്ത് പറയില്ല. സോ ആകെ 2 സൊല്യൂഷനാണ് 1 -1. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, ഈ പറഞ്ഞ സാധനത്തിൻ്റെ സ്ക്വയർ റാഷണൽ നമ്പറാണ്. അപ്പോൾ ഇതൊരു IIT അഡ്വാൻസിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇതിങ്ങനെ 26. അപ്പോൾ ഞാൻ ഇതിനെ ഒരു രീതിയിൽ എഴുതാം. അങ്ങനെ ആ 2 ടൈംസ് എന്ന രീതിയിലായിട്ട് നമുക്ക് റൂട്ടിൻ്റെ ഉള്ളത്തെ സാധനത്തിന് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മോൾ എന്തായാലും റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, മോൾ എന്തായാലും √2 കൊണ്ട് മൾട്ടിപ്ലൈ √2 കൊണ്ട്. ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഉള്ളോട്ടേക്ക് പോകുന്ന സമയത്ത് 2 ആവും. അപ്പം 26ന് ഡബിൾ എത്ര, അത് എത്ര 52 മൈനസ് 2 ടൈംസ് 15 ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും 30 എന്ന് പറയാൻ പറ്റും. ശരി, 30 √3 ആണത് അല്ലേ? ഓക്കെ, ഡിവൈഡഡ് ബൈ 5 √2. ഓക്കെ, അപ്പോൾ ഉള്ളോട്ടേക്ക് √2 വരുന്ന സമയത്ത് √2 ക്യാൻസൽ ചെയ്യപ്പം 10 ആയി. അപ്പം 5 2 10 ആവും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിക്കുകയാണ് 10 എത്രയാണത് മൈനസ് റൂട്ടിൻ്റെ ഉള്ളിൽ ഡബിൾ ആയി കേട്ടോ, കാരണം ഉള്ളോട്ടേക്ക് √2 വന്നപ്പോൾ 76 പ്ലസ് ഉള്ളോട്ടേക്ക് √2 വന്ന്. അപ്പം √2 വന്നാൽ √2 വരുന്ന സമയത്ത് 2 ആവും. 10 √3 ആവും ഉള്ളിൽ, പ്ലസ് 10 √3 ആവും. ഓക്കെ, ഇപ്പോഴാണ് ഇത് ടേം ആയിട്ടുള്ളത്. ഇനി 2 ടൈംസ് ആ സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം ഇവിടെ അല്ലേ? ഇങ്ങനെ 2 ടൈംസ് ഇങ്ങനെ a² + b² - 2ab ആ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 ഇൻറ്റു എന്തായാലും ഒരു 2 വേണം, പിന്നെ ബാക്കിയുള്ളത് 5 മാത്രം സാധ്യതയുള്ളൂ. അപ്പോൾ 5 √3. നോക്ക് ഇതിനെ 2, ഇതിനെ ഞാൻ a വിളിക്കുകയാണ്, ഇതിനെ b വിളിക്കുകയാണ്. അപ്പം ഇതിൻ്റെ സ്ക്വയർ ഇവിടെ ചെറിയ കുഴപ്പമില്ല. ഇവിടെ 10 √3 അല്ല വേണ്ടത്, ഇവിടെ വേണ്ടത് 30 √3 ആണ്. അപ്പോൾ ഇനിയാണ് 2ൻ്റെ ടൈംസ്. അപ്പോൾ 2 ടൈംസ് എന്തോ സാധനം വേണം. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഓക്കെ 15 വെച്ച് കഴിഞ്ഞാൽ പറ്റൂല. 15നെ ഞാൻ മാറ്റി എഴുതാണ്. 3 ഇൻറ്റു 5 √3. അപ്പോൾ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നോക്കി 6 50 30 √3 തന്നെയാണ്. ശരി,
ഞാൻ ഇതിനെ എ വിളിക്കുകയാണ്, ഇതിനെ ബി വിളിക്കുകയാണ്. ഇനി നോക്കി ഇതിൻ്റെ സ്ക്വയർ എത്ര 9 പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എത്ര 25 3 75. അപ്പോൾ അത് ശരിയാവുന്നില്ല. അപ്പോൾ ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. എങ്ങനെയാണ്? കാരണം വെച്ചാൽ ഇത് 75 വലുതായി, അപ്പോൾ 52 ആവുന്നില്ല. അപ്പോൾ ഞാൻ മാറ്റി എഴുതി. ഈ √3 ചങ്ങനെ ഇതിൻ്റെ പേര് എഴുതി. അപ്പോൾ ഇയാൾ ഓക്കെ. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്ത് ഇത് 25 ഇതിന് ബീന പ്ലസ് ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 9 × 3 27. ഓക്കെ 25 27 52 വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഉള്ളത്തെ സാധനത്തിന് എങ്ങനെ എഴുതും? 3√3 ഹോൾ സ്ക്വയർ പ്ലസ് 5 ഹോൾ സ്ക്വയർ മൈനസ് 2 3√3 × 5. ഓക്കെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab റൈറ്റ് ഹോൾ ഡിവൈഡ് ബൈ 10 മൈനസ്. ഇനി മറ്റേ സാധനത്തിന് എങ്ങനെ 10√3 ഞാൻ എന്ത് ചെയ്യും 2 × 5 × √3 തന്നെ എഴുതുക. അന്നേരം 10√3 കറക്റ്റാണ്. ഇതിനെ എ എന്ന് വിളിക്കുക, ഇതിനെ ബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഓക്കെ 5 സ്ക്വയർ 25 × 3 അത്രയാണ്. അപ്പോൾ അത് ശരിയാവുന്നില്ല. അപ്പോൾ ഇതിനെ എ ബി എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി മാറ്റി പിടിക്കുകയാണ്. 5√3നെ എ ആയിട്ട് വിളിക്കുകയാണ്, 1നെ ബി ആയിട്ട് വിളിക്കുകയാണ്. ഓക്കെ അങ്ങനെ മാറ്റി പിടിച്ചൂടെ? അത് നമ്മൾ ആ ഒരു ക്രിട്ടിക്കൽ എബിലിറ്റി ഇടണോ? അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ ആ ഒരു എബിലിറ്റി. അപ്പോൾ അത് മാറ്റി പിടിച്ചപ്പോൾ നോക്കി നോക്ക്. 5ൻ്റെ സ്ക്വയർ 25 25 3 75 75 1 76 കറക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനെ ഞാൻ മാറ്റി പിടിക്കുകയാണ്. എങ്ങനെയാണ്? 5√3 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മൈനസ് 2 ടൈംസ് 5√3 × 1. ഇനി സിമ്പിളായിട്ടല്ലേ എ പ്ലസ് ബി × എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ ഞാനതിന് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. അപ്പം 3√3 മൈനസ് 1 അല്ല മൈനസ് 5 ഹോൾ സ്ക്വയർ റൂട്ട്. അപ്പം ആ റൂട്ട് ക്യാൻസൽ ആയിട്ട് എന്താവും? മോഡ് വരും. മോഡിൽ ഇത് പോസിറ്റീവ് ആയിട്ട് അങ്ങനെ തന്നെ വരും. അടുത്തത് 10 മൈനസ് ഇതുവാണെങ്കിലോ 5√3 മൈനസ് 1 സ്ക്വയർ ഉണ്ടാകും ക്യാൻസൽ ആയി മോഡ് പോസിറ്റീവ് ആയിട്ട് അങ്ങനെ തന്നെ വന്ന്. ശരി. ഇനി ഇതിനെങ്ങനെ മാറ്റി എഴുതും? 3√3 മൈനസ് 5 ഡിവൈഡ് ബൈ 10 ക്യാൻസൽ ആയി. അപ്പോൾ 10 മൈനസ് 5√3 എന്ന രീതിയിൽ വന്ന്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് കോമൺ എടുത്ത് സ്ക്വയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് 1/√3 ഇട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്തപ്പോൾ 1/3 ഇട്ടിട്ടുണ്ട്. അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. റാഷണൽ ആണല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അതിന് സോൾവ് ചെയ്യാൻ നോക്കാം അല്ലേ? x മൈനസ് y. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതിനാ ഒന്ന് സിംപ്ലിഫൈ ആണ് ആദ്യത്തെ പരിപാടി, സിംപ്ലിഫൈ. അപ്പോൾ ഞാൻ ഈ ഒരു ടേമിൽ 2xy കോമൺ എടുക്കണം. അപ്പം എന്താ കിട്ടുക? ഒരു x കിട്ടും. ശരി. പ്ലസ് y കിട്ടും. ഓക്കെ. എന്നിട്ടോ ഇവിടെ നിന്ന് ഞാൻ ഒരു -xyനെ കോമൺ എടുക്കുകയാണ്. ശരി. അപ്പോൾ എന്ത് കിട്ടും? ഒരു x കിട്ടും. അല്ല വേറെ എന്തെങ്കിലും എടുക്കാൻ തോന്നും അല്ലേ? ഞാൻ എന്തെടുക്കാൻ പോകുന്നത്? ഇതനായി. അപ്പം x സ്ക്വയർ കിട്ടും മൈനസ് y സ്ക്വയർ കിട്ടും. ശരി. ഈ ടേമിൽ ഇങ്ങനെ മാറ്റി എഴുതി. ഇനി ഞാൻ ഓരോ ടേംസും കണ്ടെത്താൻ പോവാണ്. x y എന്ന് പറയുന്നത് x y എടുത്ത് നോക്കി നോക്കുക. റൂട്ട് ഓഫ് ടോട്ടൽ റൂട്ട് വരും. അപ്പം a പ്ലസ് ബി 9 a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ദാറ്റ് ഈസ് 5 4 2. അപ്പോൾ x y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടി? 2 എന്നുള്ള കാര്യം കിട്ടി. ഇനി x സ്ക്വയർ മൈനസ് y സ്ക്വയർ ഇതിന് സ്ക്വയർ ചെയ്യുക. അപ്പോൾ 3 മൈനസ് 5√5 മൈനസ് 3 മൈനസ് √5 എന്തെങ്കിലും കട്ടാവുക? 3 ഇത് കട്ടാവും. ഓക്കെ. ഇത് ഇട്ടു -2√5 ഇട്ടു. ശരി. -2√5 കിട്ടിയിട്ടുണ്ട്. സോറി കേട്ടോ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ ഇവിടെ ഈ ടേമിൽ 4 വരുന്നുണ്ട്, റേസ്റ്റ് 4. ഇവിടെ ക്യൂബ് വരണമായിരുന്നു. അന്നേരം ഞാൻ x മൈനസ് y പ്ലസ് 2xy x പ്ലസ് y മൈനസ് xy. ഓക്കെ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ x മൈനസ് y ഇൻറ്റു x സ്ക്വയർ പ്ലസ് xy പ്ലസ് xy സോറി മര്യാദയ്ക്ക് ചെയ്തല്ലേ xy വീണ്ടും അത്രയാണല്ലോ പ്ലസ് y സ്ക്വയർ. ഓക്കെ. ഇവിടെ പ്ലസ് വരും, അവിടെ മൈനസ് ആണ്, ഇവിടെ മാത്രം മൈനസ്. കറക്റ്റാണ്. ഇനി ഓരോന്നുണ്ട്. x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എങ്ങനെ എടുത്തും? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ചെയ്തേ 3 മൈനസ് √5 പ്ലസ് 3 പ്ലസ് √5. അപ്പം കട്ടാവേണ്ടത് കട്ടായി. അപ്പം 6 കിട്ടി. ശരി, അതും കിട്ടി. ഇനി ഇതിലെ ടേംസ് നമുക്ക് അറിയാത്ത ആകെ ഒരു ടേം അറിയാത്ത വെച്ചാൽ x മൈനസ് y ആണ്. x മൈനസ് y എന്താ അറിയില്ല. അപ്പം ഞാൻ നോക്കുകയാണ്. ഇത് √3 മൈനസ് √5 ആണല്ലോ. ശരി. x y ആണെങ്കിൽ അത് ആഡ് ചെയ്തിട്ടുള്ള സാധനം. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3 പ്ലസ് √5. അപ്പോൾ നമ്മൾ ഈ റൂട്ടിനുള്ള സാധനം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സുഖമായിട്ട് നമുക്ക് ഉള്ളിലൊരു 2 ടൈംസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് ആ സ്ക്വയറോ റൂട്ടും കട്ടും.
അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു റൂട്ട് 2 കൊണ്ടും താഴെ മുകളിൽ റൂട്ട് 2 ഉണ്ട്. അപ്പോൾ ഉള്ളോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവിടെ 6 ആവും, -5 റൂട്ട് 5 5 to 10 ആവും, റൈറ്റ്. റൂട്ട് 5 × 2 ആവും. ഓക്കെ, ബൈ റൂട്ട് 2 ഉണ്ട്. ഇനി നോക്കി നോക്കുക, 2 × റൂട്ട് 5 × 1. അപ്പോൾ നോക്കി നോക്കി, ഇതിനെ എന്ന് വിളിക്കുന്നത് ബി എന്ന് വിളിക്കുക. അപ്പം റൂട്ട് 5 ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് 5 പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഇസ് 6 ആവുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 6 റൂട്ട് 5 ഹോൾ സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ -2ab എന്ന രീതിയിൽ എഴുതാൻ പറ്റും റൂട്ട് 2. നോക്കി നോക്ക്, a - b ഹോൾ സ്ക്വയറിൻ്റെ അതേ ഫോർമാറ്റിലാണ്. അപ്പം റൂട്ട് 5 - 1 ഹോൾ സ്ക്വയർ റൂട്ട് ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് 2. ഇത് മോഡ് വരുന്നുണ്ട്, പക്ഷേ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് റൂട്ട് 5 - 1 ബൈ റൂട്ട് 2 വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ എക്സ്. ശരി, ഇനി y ആണെങ്കിലോ സിമിലർലി ഒന്ന് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, റൂട്ട് 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഇനി x - y സുഖമായിട്ട് ചെയ്യുക, x - y ചെയ്തോളി. അപ്പോൾ എല്ലാ ഇൻഫോർമേഷൻ കിട്ടി, എനിക്ക് കൊടുക്കുക, അന്നേരം p+q എന്ന ഫോർമാറ്റിൽ എഴുതാൻ ഉത്തരം കിട്ടും. അതാണ് അങ്ങനെ ഒരു നല്ല ക്വസ്റ്റ്യൻ അല്ല ശരിക്കും പറഞ്ഞാൽ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഇവിടെ ഒരേപോലത്തെ സാധനം കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതിനാ ടി എന്ന് വിളിക്കാം. അപ്പം ഈ സാധനത്തിൽ x² + 3x ടി എന്ന് വിളിക്കാം. അപ്പോൾ t+1 പിന്നെ എന്താ t - 3 ≥ 5. എന്ത് ചെയ്യാണ്, ഇതിന് മൾട്ടിപ്ലൈ ആണ്. അപ്പം t² + t t² - 3t + t അപ്പോൾ 2t. അപ്പോൾ t² + 2t - 3 അത് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ -5 ≥ 0. അപ്പം t² + 2t - 8 ≥ 0. ശരി, അപ്പോൾ t - 4 അല്ല t + 4 t - 2 ≥ 0, റൈറ്റ്. അയ്യോ, വേവി കർവ് മെത്തേഡ് ചെയ്യാം. അപ്പം എന്ത് കിട്ടും, ഇവിടെ -4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. ബിക്കോസ് ഇത് ഏത് വാല്യൂയിൽ 0 ആവുന്നതാണ് അല്ലേ. ഇവിടെ റൈറ്റ് ഹാൻഡിൽ പ്ലസ് പ്ലസ്. ശരി, അപ്പോൾ ടിയുടെ വാല്യൂസ് എവിടെ നിന്ന് മുതൽ എവിടെ വരിക, -∞ മുതൽ 4 വരെ ഇതുണ്ടോ, ഇൻക്ലൂഡഡ് ആണ്. യൂണിയൻ 2 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഇതാണ് ടിയുടെ വാല്യൂസ്. ദാറ്റ് മീൻസ് x² + 3x ഒന്നെങ്കിൽ മൈനസ് അത് എവിടെ നിന്ന് എവിടെ വരെ, -∞ 4 വരുന്നത് വെച്ചാൽ < 4 ആവാം. അല്ലെങ്കിൽ ഓറാണ് കേട്ടോ, അല്ലാണ്ട് അത് ആവണമെന്നല്ല, ആൻഡ് എന്നല്ല കേട്ടോ. അപ്പോൾ ഇനിയോ x² + 3x അതാണ് ടി, അത് > 2 ആവാം. ഇത് രണ്ടും സോൾവ് ചെയ്യാൻ അപ്പോൾ നമുക്ക് എന്തിട്ട് എക്സിൻ്റെ വാല്യൂസ് കിട്ടും. അത് രണ്ടിനെയും യൂണിയൻ എടുത്ത് കഴിഞ്ഞാൽ ഉത്തരമായി. ഓക്കെ, ഇനി റിപ്പീറ്റഡ് ഫാക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന്, റിപ്പീറ്റഡ് ഫാക്ടേഴ്സ് ഇങ്ങനെ സ്ക്വയറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്തായിരിച്ചോ. പിന്നെ നോക്കി x - 1 ഹോൾ സ്ക്വയർ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. x - 1 ഹോൾ സ്ക്വയർ > 0 അല്ലെങ്കിൽ പോട്ടെ. നോക്കി സ്ക്വയറിൽ ഇപ്പോൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ശരി, 1ന് റൈറ്റ് സൈഡ് എക്സിനേക്കാൾ വലുതാണെങ്കിൽ അത് പോസിറ്റീവാണ്, 2ന് ലെഫ്റ്റ് സൈഡാണ് പോസിറ്റീവാണ്. ഓഹോ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വേവി കർവ് മെത്തേഡിൻ്റെ ആ ഒരു ഗതി തന്നെ മാറ്റിക്കളയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം, ഇയാൾ എപ്പോഴും പോസിറ്റീവാണ് അല്ലെങ്കിൽ 0 ആണ്, ആണല്ലോ, ശരിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കംപ്ലീറ്റ് ഇക്വേഷനെ ഈ പറഞ്ഞ x - 1 ഡിവൈഡ് ചെയ്യാം. ചെയ്തുകൂടെ, കാരണം ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാരണം ചില സൈന് മാറില്ല, കാരണം ഇയാൾ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ കംപ്ലീറ്റ് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, x + 3 ബാക്കി ഇത് പോയി ക്യാൻസലായി പോയി. ഞാൻ ഡിവൈഡ് ചെയ്ത് x - 1 ഹോൾ സ്ക്വയർ ആണ് കേട്ടോ, ബാക്കിയുള്ളതിന് x - 4 > 0. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചാൽ ഇവിടെ > 0 ആണ്. അപ്പോൾ ഞാൻ എക്സിന് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് 0 ആൻഡ് 0 > 0 ദാറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് എക്സിന് 1 ആവാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ക്വയറുള്ള സാധനങ്ങളെ ഡിവൈഡ് ചെയ്തിട്ട് ഒഴിവാക്കുന്നതിൻ്റെ മുമ്പേ അവർ ആരൊക്കെ ആവാൻ സാധ്യതയുള്ള കാര്യം നോക്കുക, എന്നിട്ട് അത് പറയാൻ, അത് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പറയാൻ എടുത്ത് എഴുതാൻ. എന്നിട്ട് നമ്മൾ ഇനീക്വാളിറ്റി നോർമലായിട്ട് സോൾവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനീക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന ആ പറഞ്ഞ ഇതുണ്ടാവില്ല ഇൻ്റർവെൽസ്, ആ ഇൻ്റർവെല്ലിനുള്ളിൽ x1 ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുക്കണം. എക്സ്റ്റേണലായിട്ട് ഇങ്ങനെ യൂണിയൻ ഈ പറഞ്ഞ സെറ്റ് 1 കൂടി ഉണ്ട് ഇങ്ങനെ എടുത്ത് പറയണം. ഓക്കെ, ഇനി ഇതുപോലത്തെ ഓഡ് പവേഴ്സ് ആണെങ്കിൽ, ഓഡ് പവേഴ്സ് നോർമലായിട്ട് ഇപ്പോൾ x > 1 പോസിറ്റീവ് നെഗറ്റീവ് തന്നെയല്ലേ. അപ്പോൾ അത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, അത് നോർമൽ ലീനിയർ ഫാക്ടേഴ്സ്. ഇങ്ങനത്തെ ഓഡ് പവർ ആണെങ്കിൽ ഇത് മാറ്റിയിട്ട് 1 ആ രീതിയിൽ നോർമൽ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് തന്നെ കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റൻ നോക്കി, ഇവിടെ നമുക്ക് സ്ക്വയർ നമ്മൾ ചച്ചാന്ന് വിളിക്കാം, അല്ലാതെ സാർ വെറുതെ രസത്തിന് വിളിക്കുക. അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ഡിവൈഡ് ബൈ x - 2 ചെയ്യാം. അതേപോലെ x2 ആയാലും 0 > 0 കറക്റ്റാണ്. അപ്പം x2 ആവാൻ സാധ്യത ഇറ്റ്സ് പോസിബിൾ വാല്യൂ. ഇത് പോക്കിക്കാണ്, ഇയാൾ പോക്കി. ഇനി x + 1 വേവി കർവ്, ഇനി വേവി കർവ് മെത്തേഡ്. അപ്പോൾ എന്താണ്, ഇവിടെ 1 - 1 ഇവിടെ 3 പ്ലസ് മൈനസ് പ്ലസ്
കാരണം എന്തുകൊണ്ട് ഇയാളെയും നമ്മൾ വേവ് കർവിൽ ഉൾപ്പെടുത്താൻ വെച്ചാൽ കാരണം ഇയാൾ വേവ് കർവ് മെത്തേഡിൻ്റെ കൺസെപ്റ്റ് മാറ്റുന്നുണ്ട്. കാരണം 3യുടെ റൈറ്റിൽ പോസിറ്റീവ് ലെഫ്റ്റിലും പോസിറ്റീവ് എന്ന രീതിയിൽ വരും. 3 അല്ല ഇവിടെ 2യുടെ റൈറ്റിലും ലെഫ്റ്റിലും പോസിറ്റീവ്, അതുകൊണ്ട് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഇയാൾ ഒഴിവാക്കും. എന്നിട്ട് x 2 ആവുന്നുള്ള സാധ്യത കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇയാൾ എങ്ങനെ ഒഴിവാക്കുന്നത് /2 ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ട് ഇയാൾ എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇനിക്വാളിറ്റി ചേഞ്ച് ആവും. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഉപയോഗപ്പെടുന്നുണ്ട്. ഇനിയോ >0 അപ്പോൾ -∞ മുതൽ -1 പറ്റുമോ? പറ്റും. >0 അല്ലേ, യൂണിയൻ 3 മുതൽ ഇൻഫിനിറ്റി വരെ. ഇതിൽ 2 പെടുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഇല്ല, അതുകൊണ്ട് യൂണിയൻ 2 കൂടി ഉൾപ്പെടുത്തണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആരാണ്? നമ്മൾ ഈവൻ പവേഴ്സ് ചർച്ചകൾസ്. അപ്പോൾ ഇയാളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പറയാൻ പറ്റും x -3 ആണ്, കാരണം > ആണ്. x -3 ആവാം, x 1 ആവാം എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. ഇനി നോർമലായിട്ട് ഈ ഓഡ് പവേഴ്സിനെ നോർമൽ പവേഴ്സ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ നമ്മൾ വേവി കർവ് ഉപയോഗിക്കാം. എന്താണ് വരിക? -2 ഉണ്ട്, ശരി, -4 ഉണ്ട്, പ്ലസ് ലെസ് ദാൻ = അപ്പോൾ -4 ഇൻക്ലൂഡ് പറ്റുമോ? പറ്റും. -2 ഇൻക്ലൂഡ് ചെയ്യാം. ശരി, യൂണിയൻ ഇതിൻ്റെ ഉള്ളിൽ എക്സിന് -3 ആവും 1 ആവും. -3 ഉള്ളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എക്സ്റ്റേണലായിട്ട് നമ്മൾ 1 കൂടി പറഞ്ഞു കൊടുത്താൽ മതി. 1 ഉൾപ്പെടുന്നില്ല. അപ്പം ഇതുപോലത്തെ x³ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ x ആയിട്ട് തന്നെ കണക്കാക്കല്ലേ? ശരി, അതങ്ങനെ കണക്കാക്കിയില്ലേ? ഓൾറെഡി കണക്കാക്കി. ഇനി ആദ്യം ആരൊക്കെയാണ് ഈവൻ പവേഴ്സ്? ഈവൻ പവറാണ്. ശരി, അപ്പോൾ അവനൊക്കെ ഒഴിവാക്കാം. പക്ഷേ ഇനി ഇവിടെ ഇവൻ ഒഴിവാക്കുന്ന സമയത്ത് മീൻസ് എല്ലാം നമ്മൾ x -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. x -3 ഹോൾ സ്ക്വയർ മൾട്ടിപ്ലൈ. അപ്പോൾ ഇനിക്വാളിറ്റി ചേഞ്ച് ആവും. അപ്പോൾ ഇയാൾ പോകും. ഇയാൾ ഒഴിവാക്കുന്ന സമയം പറയൂലേ എക്സ്ക്ക് 3 ആവാൻ പറ്റുന്നു. പക്ഷേ x ഒരിക്കലും 3 ആവാൻ പാടില്ല. കാരണം വെച്ചാൽ ഇയാൾ 0 ഡിനോമിനേറ്റർ 0 ആണ്, അത് പാടില്ല. ന്യൂമേറ്റർ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പം അത് പാടത്തോണ്ട് x 3 ആവാൻ പാടില്ല. x ഒരിക്കലും 3 ആവാൻ പാടില്ല എന്നുള്ള ഇക്വേഷൻ നമ്മൾ എടുത്ത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ബാക്കിയത് നോർമലായിട്ട് ചെയ്യാം. ഇയാളോ നമുക്ക് x 3/2 ആവാം, ബിക്കോസ് അതേപോലെ x 4 ആവാം എന്നല്ല, ആവണം. അങ്ങനെ 3 ആവാൻ പാടില്ല. 3 ഇൻഫോർമേഷൻസായി. ഇനി x 0 ആയിക്കൂടെ? അപ്പോൾ നമ്മൾ വേവി കർവ് മെത്തേഡിൽ ആദ്യം 0, പിന്നെ എന്താ ഉള്ളത്? 8/3, 0-നേക്കാളും വലുതാണ് 8/3, റൈറ്റ്? പ്ലസ് ലെസ് ദാൻ 0. സോ 0 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? 0 ഇൻക്ലൂഡ് ന്യൂമറേറ്ററിലാണ്. ഓക്കെ, 0 മുതൽ 8/3 കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0, അതുകൊണ്ട് 8/3 ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. ശരി, ഇനി എക്സ്റ്റേണലായിട്ട് ആവാൻ പറ്റുന്നത് 3 ആവാൻ പറ്റുക. 3 ഇതിൻ്റെ ഉള്ളിൽ വരുന്നില്ല, ഈ ഒരു ഗ്യാപ്പിൽ വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 3/2 ഇതിൻ്റെ അകത്ത് ഉണ്ടോ? 3/2 ഇതിൻ്റെ അകത്ത് ഇല്ല, അത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇതിൻ്റെ അകത്തുള്ളതാണ്. ഇനി 4 ഇതിൻ്റെ അകത്തില്ല, അതുകൊണ്ട് യൂണിയൻ നമ്മുടെ എക്സ്റ്റേണൽ 4 ഉണ്ട്. ഈ ഒരു സെറ്റിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്റ്റേണൽ കൊടുക്കുന്നുണ്ട്. ശരി, അപ്പോൾ ഈ ക്വസ്റ്റ്യനും ബേസിക്കലി സെയിം ടൈപ്പ് തന്നെയല്ല, ഇനി അടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ചെയ്ത് കളയാം. അപ്പോൾ ഓൾ പവേഴ്സിനെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. ഓൾ പവേഴ്സിനെ ഒഴിവാക്കുക. ഇത് നോർമൽ പവേഴ്സ് ആക്കാം. ഇയാൾ ഈവൻ പവേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇയാൾ ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും x -8 ആവാം, കാരണം x -8 കൊടുത്താൽ 0 ആവുന്നുണ്ട്. ശരി, ഇനി വേറെ ഈവൻ പവേഴ്സ് ആരൊക്കെയാണ്? ഇയാളുണ്ട് ഈവൻ പവർ. അപ്പോൾ x 0 ഒരിക്കലും ആവാൻ പാടില്ല. ഇയാൾ ഒഴിവാക്കി x 0 ആവാനും ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ഇയാളില്ലാത്ത പോലെ തന്നെ ഏകദേശം. പിന്നെ ബാക്കിയുള്ളത് ഓഡ് പവേഴ്സ്. ഓക്കെ, ഇയാൾ ഒഴിവാക്കിയില്ല. ശരി, അപ്പം ബാക്കിയുള്ളത് വേവി കർവ്. ഈ ഓഡ് പവേഴ്സിന് വേവി കർവ് ചെയ്യും. അപ്പം ആദ്യം വരുന്നത് 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, പിന്നെ എന്താ ഉള്ളത്? 5 വരുന്നുണ്ട്, പിന്നെ 6 ഉണ്ട്, പിന്നെ -9 ഉണ്ട്. ഓ, ഇത് ഇങ്ങനെയല്ല ഉള്ളത്, -9. ശരി, പ്ലസ് എന്താണ് പറഞ്ഞത്? ലെസ് ദാൻ 0, സോ മൈനസ് പാർട്ട്. സോ നമുക്ക് പറയാൻ പറ്റും -9 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇല്ല, ഡിനോമിനേറ്ററിലാണ് പറ്റൂല. 1 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, ന്യൂമറേറ്ററാണ് പറ്റും. ഓക്കെ, ഇനി അടുത്ത 2 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? 2 ഇല്ല ഡിനോമിനേറ്ററിൽ, അപ്പം പറ്റൂല. 2 മുതൽ 3 വരെ 3 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. യൂണിയൻ 5 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? 5 ന്യൂമറേറ്ററാണ്, ഇൻക്ലൂഡ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. 6 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? 6 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമല്ലോ, കാരണം ഡിനോമിനേറ്ററാണ്. ഇനി എക്സ്റ്റേണലായിട്ട് നമ്മൾ പറഞ്ഞാൽ x -8 കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. x -8 ആവാം, അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതുകൊണ്ട് ഇനി പറയേണ്ട ആവശ്യമില്ല. ശരി, ഇനി ക്വസ്റ്റ്യനിൽ വേറെ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യനുള്ള രീതിയിൽ എങ്ങനെയാണ്? ഇതിൽ 0 ഉൾപ്പെടുത്തേണ്ടത്. 0 ഒരിക്കലും ആവാൻ പാടില്ല. ഞാൻ അടുത്ത് പറയണം, x ≠ 0 എന്നുള്ള കണ്ടീഷൻ കൂടി ഓർമ്മിപ്പിക്കണമായിരുന്നു. അപ്പോൾ ഇത് പാടില്ലാത്തത് കൊണ്ട് ഇവിടെ 0 ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ -9 മുതൽ എങ്ങനെ ആക്കാണ്? 0യുടെ ജസ്റ്റ് മുമ്പിൽ. അപ്പോൾ 0 -9 പാടില്ലല്ലോ. യൂണിയൻ 0 മുതൽ 1 വരെ 1 ഇൻക്ലൂഡ് ആവാം.
ഇനി ബാക്കിയുള്ളത് പോലെ തന്നെ. അപ്പോൾ നോക്ക് ഇത് പിന്നെ 2 3 5 6 അത് കറക്റ്റാണ്. ഇതാണ് ഇക്വേഷൻ സി. ഇനി കോമൺ ഫാക്ടേഴ്സ് മോളും താഴ്ന്ന് കട്ടാവുന്ന സമയത്ത് കട്ടാക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ കട്ടായി കഴിഞ്ഞാൽ ഇത് കാണണ്ടായി. അപ്പോൾ x1 ഇല്ലല്ലോ എന്ന് പറയരുത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, കട്ടാക്കുന്നതിന് മുമ്പ് വേണം ഡിനോമിനേറ്ററിൽ 1 ഒരിക്കലും ആവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. അപ്പം x നോട്ട് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ എടുത്തെഴുതണം. എന്നിട്ട് ചെക്ക് ചെയ്യണം നമ്മൾ ലാസ്റ്റ് ഇടുന്ന സാധനത്തിൽ ആ ഒരു ഇൻ്റർവെല്ലിൽ ഈ പറഞ്ഞ 1 വരുന്നുണ്ടെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നോക്കി ഞാൻ 1നെ കട്ടാക്കി, ശരി, x-3 ശരി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, x-2 നമ്മൾ അതിൻ്റെ നോർമൽ വേവി കർവ് മെത്തേഡ് അപ്ലൈ ചെയ്യും. അപ്പം 2 3 5 പ്ലസ് മൈനസ് ശരി, മൈനസിൻ്റെ പാർട്ട്. അപ്പോൾ -∞ മുതൽ 2 വരെ യൂണിയൻ 3 മുതൽ ഇൻഫിനിറ്റി വരെ. ഇവിടെ 1 ഉൾപ്പെടുന്നുണ്ടോ ഇല്ലയോ, 1 ഉൾപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഒരു -1, കാരണം ഇതിൻ്റെ ഉള്ളിൽ 1 ഉണ്ട് ആയില്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇതിന് സിമിലർ സംഭവം തന്നെ. കട്ടാകുമ്പോൾ ഏതായാലും ചെയ്ത് നോക്കാം. x² - 8x എങ്ങനെ ചെയ്യാം, x², സോറി ഇതിനൊന്ന് ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്ന x - 7 x + 1 ശരി. ഇതിനാണെങ്കിൽ x - 4 x - 1 പിന്നെ x - 3 ഹോൾ സ്ക്വയർ ശരി, ഹോൾ സ്ക്വയർ അത് ഓർമ്മിക്കാട്ടോ. പിന്നെ അത് > 0. ഇനി ഇതിന് x - 2 x - 1 ശരി. x - 1 കട്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, x നോട്ട് ഈക്വൽ ടു 1 എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇനിയോ ഇയാൾ സ്ക്വയറിൻ്റെ സാധനം x - 3 ഹോൾ സ്ക്വയർ സാധനമാണ്. അപ്പോൾ ഇയാൾ എനിക്ക് ഒഴിവാക്കാം, പക്ഷേ x 3 കൂടി ആവാമായിരുന്നു അല്ലേ. അപ്പോൾ x 3 കൂടി ആവാം എന്നുള്ള കണ്ടീഷനും കൂടി ഞാൻ എടുത്ത് എഴുതി, ഇയാളും പോയി ശരി. ഇനി ബാക്കിയുള്ള ആൾക്കാർ ആരൊക്കെയാണ്, വേറെ പിടിച്ചിട്ട് വേവി കർവ് ഉണ്ടാക്കാം. അപ്പോൾ എത്രയാണ്, -1 പിന്നെ 2 പിന്നെ 4 പിന്നെ 7. ഇപ്പോൾ പ്ലസ് മൈനസ് പാർട്ട്. -1 പറ്റുമോ, -1 പറ്റുമോ അല്ലേ. -1 മുതൽ 2 പറ്റുമോ, 2 പറ്റുമോ, ഡിനോമിനേറ്ററാണ്. യൂണിയൻ 4 പറ്റുമോ, 4 ന്യൂമറേറ്ററിന് പറ്റും. 7 പറ്റുമോ, 7 പറ്റും, ന്യൂമറേറ്ററിലാണ്. ഓക്കെ ശരി. ഇത് എക്സ്റ്റേണലായിട്ട് പറഞ്ഞാൽ ഒരിക്കലും 1 ആവാൻ പാടില്ല. അപ്പോൾ 1 ഇതിൽ ഉൾപ്പെടുന്നതുകൊണ്ട് 1 നമുക്ക് ഒഴിവാക്കി കിട്ടണം. പിന്നെന്താണ്, 3 ആവണം. ഇതിനകത്ത് 3 ഉൾപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യൂണിയൻ ഒരു 3 കൂടി ആഡ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇതുപോലെ ഡബിൾ ഇനിക്വാളിറ്റി ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ, അപ്പോൾ നമുക്കൊരു കാര്യം വെച്ചാൽ ആദ്യം ഈ ഇനിക്വാളിറ്റി സോൾവ് ചെയ്യുക, എന്നിട്ട് രണ്ടിൻ്റെയും സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് രണ്ടിന് ഇൻ്റർസെക്ഷൻ എടുക്കുന്ന യൂണിയൻ എടുത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള എക്സ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് രണ്ടും സാറ്റിസ്ഫൈ ആണ്. അതുകൊണ്ടാണ് ആൻഡ് വരുന്ന ഒരു കണ്ടീഷനുകൊണ്ട് എക്സിന് ഇൻ്റർസെക്ഷൻ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഇനിക്വാളിറ്റി സോൾവ് ചെയ്യുക. ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം അല്ലേ. ഇനിക്വാളിറ്റി രണ്ട് സെപ്പറേറ്റ് സോൾവ് ചെയ്യുന്നതിനേക്കാളും ഞാൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 20 ആവും. ബിക്കോസ് 4 പോസിറ്റീവ് ആണ്, ഇനിക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവില്ല. 2 - 3x ഉണ്ട്, 4 36. ഞാൻ കംപ്ലീറ്റ് എന്താ -2 ചെയ്യും. -2 ഇത് പോയി കിട്ടും അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് -2 ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും, -22 വരും. അപ്പം -3x ഉണ്ട്, -2 ചെയ്യുന്ന സമയത്ത് 34 ആവും. ശരി, ഇനി എല്ലാ ഇക്വേഷനും -3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. -3 കംപ്ലീറ്റ് ഇനിക്വാളിറ്റി ചേഞ്ച് ആവും. അപ്പോൾ എന്താവും, 22/3 > x > -34/3. ഒന്നുകൂടി തിരിച്ചെഴുതി കഴിഞ്ഞാൽ -34/3 > x < 22/3. ഇങ്ങനെയാണ് പരിപാടി. ഓക്കെ, ഇനി ഇതുപോലത്തെ സാധനമാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഓരോ ഇനിക്വാളിറ്റി സെപ്പറേറ്റ് സോൾവ് ചെയ്യുക, ഇൻ്റർസെക്ഷൻ എടുക്കുക. ഇനി എടുത്ത് പറഞ്ഞതിന് കുറേ സമയം പോകും, അതുകൊണ്ടാണ്. ഇനി ലോഗരിതം തുടങ്ങാൻ പോവാണ്. ലോഗരിതം അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനേക്കാളും നല്ലത് അഡീഷൻ ആണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതേപോലെ ഡിവൈഡിനേക്കാളും നല്ലത് അഡീഷൻ സബ്ട്രാക്ഷനാണ്. അപ്പം പണ്ട് കാലത്ത് കാൽക്കുലേറ്റർ ഇല്ലാത്ത സമയത്ത് ഇതുപോലത്തെ പോയിന്റ് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ചെയ്യാൻ വളരെ കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കംപ്ലീറ്റ് സാധനത്തിന് നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗരിതം ഉണ്ടാക്കിയത്. അപ്പം ലോഗരിതം എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, a⁻x എന്ന് പറഞ്ഞാൽ y ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം എന്തോ സാധനത്തിൻ്റെ ⁻x. അപ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ വിളിക്കുന്ന അറിയുക, ഞാൻ ലോഗ് y ⁻a = x എന്ന് വിളിക്കും. അപ്പം എന്താ എയുടെ മുകളിൽ എന്ത് പവർ കൊടുത്ത് ഇതിനെങ്ങനെ വായിക്കാൻ, എയുടെ മുകളിൽ എന്ത് പവർ കൊടുത്താലാണോ നമുക്ക് y കിട്ടുന്നത് അതാണ് x. എയുടെ മുകളിൽ എന്ത് പവർ കൊടുത്താലും നമുക്ക് y കിട്ടുന്നത് അതാണ് x. അപ്പോൾ ഇതിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കണ്ടീഷൻ കൊടുത്തിന്. a > 0, a < 1, > 1. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടീഷൻ. എന്തുകൊണ്ട് a > 0 എന്ന് കൊടുത്ത് a നെഗറ്റീവ് കൊടുത്തുകൂടാ. അപ്പം a എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതാണ്, എയുടെ മുകളിലാണ് പവർസ് വരുന്നത്, റൈറ്റ്. അപ്പോൾ a നെഗറ്റീവ് കൊടുത്തെന്ന് വെച്ചാൽ മൈനസ്,
അപ്പോൾ എക്സ് അന്നേരം ഞാൻ ഈ പവർ സൈറ്റ് എന്ത് കൊടുത്ത് റൂട്ട് 1/2 കൊടുത്തത് വെച്ചാൽ അപ്പോൾ റൂട്ടിനോട് നെഗറ്റീവ് ആണ്. അത് കംപ്ലീറ്റ് അബ്സർഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് എപ്പോഴും എ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ന് ജോൺ നേപ്പിയർ തന്നെ അങ്ങ് പറഞ്ഞു. ഇനി ചില കേസസിലൊക്കെ ഇങ്ങനെ എന്താണ് റൂട്ടിനോട് നെഗറ്റീവ് വരുന്നുണ്ട്, അപ്പം കംപ്ലീറ്റ് അൺഡിഫൈൻഡ് ആവും. അതുകൊണ്ട് നമ്മൾ പറയാൻ ലോഗരിതത്തിൽ എ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ള കാര്യം. ഇനി എ എന്തുകൊണ്ട് 1 ആയിക്കൂടാ? ശരി, അങ്ങനെയാണ് എ 1 ആയി വിചാരിച്ചോ. അപ്പോൾ 1/x എന്ന് പറഞ്ഞു. 1/x അല്ലേ പോട്ടെ, ലോഗ് y ഇതുകൊണ്ട് എക്സ് ബേസ് എ. ഓക്കെ, എ 1 ആയി വിചാരിച്ചോ. 1. അപ്പോൾ എ 1 ആണെങ്കിൽ 1ൻ്റെ മുകളിൽ എന്ത് പവർ കൊടുത്താലാണ് y വരിക? 1ൻ്റെ മുകളിൽ എന്ത് തേങ്ങ കൊടുത്താലും y ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്പേഴ്സ് ആണ് അല്ലേ, കംപ്ലീറ്റ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെറ്റ് ആയിരിക്കും. അപ്പം ഒരു യൂണീക്ക് സൊല്യൂഷൻ വരുന്നില്ല 1 കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ പറയും എ ഗ്രേറ്റർ ദാൻ 0 ആവണം, എ പിന്നെ 1 ആവാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞ്. ഇനി ശരി, അത്ര ഇൻഫോർമേഷൻസ് കൊടുത്തു. ഇനി ഇതിന് മാത്രമായിരിക്കുമോ, ബേസിന് മാത്രമാണോ? അല്ല, ആർഗ്യുമെൻറ്റും കുറച്ച് ലോസ് ഉണ്ട്. ആർഗ്യുമെൻറ്റ് എന്തായിരിക്കും? y ഗ്രേറ്റർ ദാൻ 0 ആണ്. y ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നത്. എന്തുകൊണ്ട് ഇത് പോസിറ്റീവ് ആണെന്നത്? സംഭവിച്ചാൽ എ ഗ്രേറ്റർ ദാൻ 0, എ പോസിറ്റീവ് ആണ്. എയുടെ മുകളിൽ എന്തോ പവർ കൊടുത്തപ്പോഴാണ് y വരുന്നത് അല്ലേ? അങ്ങനെയാണ് നമ്മൾ എയുടെ മുകളിൽ എന്ത് പവർ കൊടുത്താലാണോ y വരുന്നത്, അതാണ് എക്സ്. അപ്പോൾ എ പോസിറ്റീവ് ആണ്, അങ്ങനെ അതിൻ്റെ മുകളിൽ എന്ത് പവർ കൊടുത്തതിന് അതും പോസിറ്റീവ് ആണ്. അപ്പോൾ അതാണ് ഈ സാധനം, അതുകൊണ്ടാണ് y ഗ്രേറ്റർ ദാൻ 0 ആവുന്നത്. ശരി, അപ്പോൾ ഇതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് എന്തൊക്കെയാണ് ഡിഫൈൻഡ് ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി തന്നെ അല്ലേ. അപ്പോൾ എന്തായിരുന്നു? ഒന്ന്, ബേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അത് 1 ആവാൻ പാടില്ല. ശരി, പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു y എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, y എന്ന് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞ സാധനത്തിൻ്റെ സമ്മറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറയും, ഇത് ബേസ് എന്ന് പറയും, ആർഗ്യുമെൻറ്റ് എന്ന് പറയും. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ ലോഗ് 2 3 ആണ്. 10 ആണെങ്കിൽ 10ൻ്റെ മുകളിൽ എന്ത് കൊടുത്താൽ 100 കിട്ടുക? 2 ആണ്. 2യുടെ മുകളിൽ എന്ത് കൊടുത്താൽ 1/4 കിട്ടുക? -2 കൊടുക്കും. അപ്പോൾ 2 raised to -2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2² ദാറ്റ് ഈസ് 1/4 കറക്റ്റാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വളരെ സിമ്പിൾ അല്ല. അപ്പം ഇത് ഈ ഒരു ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ല ഇമ്പോർട്ടൻ്റാണ്. എ റൈസ്റ്റ് ലോഗ് റൈസ്റ്റ്. അപ്പോൾ എന്ത് സംഭവിച്ച് ഈ എ ഇവിടെ പോകും, എൻ ഇവിടെ വരും. അപ്പോൾ എൻ ലോഗ് എയുടെ മുകളിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടാൻ ഡെഫിനറ്റ്ലി 1 തന്നെയാണ്. അപ്പം n/1 എന്ന് പറഞ്ഞാൽ n. അപ്പോൾ ഇതെങ്ങനെ n ആയത്? ഞാൻ ഇതെങ്ങനെ ഇങ്ങോട്ടേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ എന്താ പറയാൻ പോകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ ഞാൻ പറയും ലോഗ് n/a, അതിനെ ഞാൻ വിളിക്കുകയാണ് എക്സ് എന്ന് വിളിക്കുകയാണ്. അതിനെ എക്സ് എന്ന് വിളിക്കാൻ തിരക്കടില്ല. അപ്പോൾ നോക്കിക്കോ, ഇതിനെങ്ങനെ മാറ്റി എഴുതിക്കൂടെ? a/x ഈസ് ഈക്വൽ ടു ലോഗല്ല, a/x ഈസ് ഈക്വൽ ടു n. കാരണം വെച്ചാൽ എയുടെ മുകളിൽ എന്ത് പവർ കൊടുത്താലാണോ n, അതാണ് n. അപ്പോൾ n ഞാൻ a/x എന്ന രീതിയിൽ എഴുതുന്നതിന് കുഴപ്പമില്ല. അതാണ് ജോൺ നേപ്പിയറിൻ്റെ ആ ഒരു ഡെഫിനിഷൻ. ഇനി നമ്മളെന്താണ് ഈ സാധനത്തിന് വിളിച്ചത്? ഇതിൻ്റെ മുകളിൽ എക്സ് ആണ് അല്ലേ, എക്സ്. അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് n ആയിട്ട് വരുന്നത് അല്ലേ? a/x എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ n ആണെന്നല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്, n പ്രൂവ് ആയി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ കഴിഞ്ഞ്. അപ്പോൾ ഈ കോളം നമുക്ക് ഇത് എത്ര വാല്യൂ? ഇപ്പോൾ ഞാൻ പറയാണ് ലോഗ് 16 32 ഈസ് ഈക്വൽ ടു, ഞാൻ പറയും എത്രയാണ്? എക്സ് ആണ്, നമുക്ക് അറിഞ്ഞുകൂടാ. 16/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ആണ്. 16 ഒക്കെ എങ്ങനെ എഴുതാം? 2/4x ഈസ് ഈക്വൽ ടു 2/5 അങ്ങനെ പറയാം. 4x ഈസ് ഈക്വൽ ടു 5 എന്ന് പറയാം. x ഈസ് ഈക്വൽ ടു 5/4. റൈറ്റ്. അടുത്ത് നോക്കാം, ലോഗ് 9/27. അപ്പോൾ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതും. അപ്പോൾ ഞാൻ എന്ത് എഴുതും? അങ്ങോട്ട് പോകും. അപ്പോൾ 9/x ഈസ് ഈക്വൽ ടു 27. 3/2x ഈസ് ഈക്വൽ ടു 3/3. സോ 2x ഈസ് ഈക്വൽ ടു 3, x ഈസ് ഈക്വൽ ടു 3/2. റൺ. ഇതെങ്ങനെയാണ്? ലോഗ് 2/4 എത്രയാണ്? 4/2. 2യുടെ മുകളിൽ എന്ത് പവർ കൊടുത്താലും 4 കിട്ടാൻ 2 തന്നെ. അപ്പോൾ ഇത് 2 ആയി. അപ്പോൾ ലോഗ് 2/2. 2യുടെ മുകളിൽ എന്ത് പവർ കൊടുത്താലും 2 കിട്ടാൻ 1. അപ്പോൾ ഇത് 1 ആണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഇത് 1 ആയി. ഇനി ഇതിനെങ്ങനെ ചെയ്യാം? ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ 2 + √3യും 2 + √3യുടെ റെസിപ്രോക്കൽ അല്ല, രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 - √3 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടാൻ? a² - b², അതായത് 4 - 3 ദാറ്റ് ഈസ് 1. അപ്പോൾ രണ്ട് സാധനം മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽ, ഇയാളും അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കലാണ്. ഇപ്പോൾ റെസിപ്രോക്കൽസിന് ഫോർ എക്സാമ്പിൾ ലോഗ് 2 1/2 എന്ന് പറയാം. 1/2യുടെ മുകളിൽ എന്ത് പവർ കൊടുത്തു കഴിഞ്ഞാൽ 2 കിട്ടുക? -1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/2യുടെ പവറിൽ -1 കൊടുക്കുക. അപ്പോൾ 2 അല്ലേ കിട്ടാം. അപ്പോൾ അതുപോലെ തന്നെ റെസിപ്രോക്കൽസിൻ്റെ ലോഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും -1 ആണ്. സോ ഇത് -1 ആണ് കാര്യം മനസ്സിലായി. ഇനി ഇതെങ്ങനെ ചെയ്യൂ? 5√5യുടെ 5√5 എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാധനത്തിന് എക്സ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ 5√5 റേസ് ടു എന്തോ എക്സ്. അപ്പോൾ 5√5 എന്ന് പറഞ്ഞാൽ ഞാൻ 5/1 + 1/2 ദാറ്റ് ഈസ് 3/2 റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു നമുക്കൊരു 125 എങ്ങനെ എഴുതും? 5/3 എന്ന് എഴുതും. 3x/2 ഈസ് ഈക്വൽ ടു 3. 3 കട്ടായി x ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ.